ലൂക്കായുടെ സുവിശേഷം 4:18-20. യേശു താൻ വളർന്നു വന്ന നഗരമായ കഫർനാമിലെ ജബാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവിടുത്തെ പുരോഹിതന്മാർ യേശുവിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കാനായിട്ട് കൊടുത്തു. യേശു അത് തുറന്നപ്പോൾ തന്നെക്കുറിച്ച് തന്നെ എഴുതിയിരിക്കുന്ന പ്രവചനം ആണ് ശ്രദ്ധയിൽപ്പെട്ടത്. അതിപ്രകാരമായിരുന്നു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. ഈ വചനം ഏറ്റു പറയുക. നമുക്ക് അവിടെ തന്നെ അയച്ചിരിക്കുന്നു. അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, അങ്ങേ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരികയും മനസ്സിനും ശരീരത്തിനും ആത്മാവിനും വ്യക്തിബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും സമൂഹത്തിലെ ബന്ധങ്ങൾക്കും ഏറ്റ മുറിവുകൾ അവിടുന്ന് ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് സ്വർഗീയ സ്നേഹം വർഷിച്ച് സുഖപ്പെടുത്തുകയും ചെയ്യണമേ. രണ്ട് കൈകളും വിശുദ്ധ കുർബാനയുടെ നേരെ നീട്ടി പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നമ്മുടെ മുറിവുകൾ ഉണക്കുന്നത് കണ്ടുകൊണ്ട് സ്വതന്ത്രമായിട്ട് സ്തുതിക്കുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുക. ഒരു വർഷം മുമ്പ് അമേരിക്കയിൽ കാലിഫോർണിയയിൽ ധ്യാനം നടത്തുമ്പോൾ 12 വയസ്സുള്ള ഒരു കുട്ടി ഇപ്രകാരം സാക്ഷ്യം പറഞ്ഞു. അതിതാണ്, ആ കുട്ടിയുടെ 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടത് കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് ധരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യ കുർബാന കൈക്കൊള്ളപ്പാടിന്റെ സമയം വന്നു. വിശുദ്ധ കുർബാന കൈക്കൊണ്ട് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ 2 കണ്ണുകൾക്കും സൗഖ്യം കിട്ടി. ഇത് മാതാപിതാക്കന്മാരോട് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. അവര് വീണ്ടും സ്ട്രോങ് ഗ്ലാസ് ധരിക്കണമെന്ന് നിർബന്ധിച്ചു. അവസാനം ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് പൂർണ്ണ സൗഖ്യമാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ആ കുട്ടിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഈശോയാണ് സ്വീകരിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ നോക്കുന്നത് ഈശോയുടെ തിരുമുഖത്താണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. രണ്ട് കരവും വിശുദ്ധ കുർബാനയുടെ നേരെ നീട്ടുക. അവനെ നോക്കിയവർ പ്രകാശിതരായി, അവനെ നോക്കിയവർ പ്രകാശിതരായി. ഒരിക്കൽ കൂടെ കൈയടിച്ച കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മധ്യപ്രദേശില് ഭോപ്പാലില് 3000 പേരുടെ കൺവെൻഷൻ നടക്കുന്നു. 3 ദിവസത്തെ കൺവെൻഷൻ. കാലം 9 മുതൽ വൈകുന്നേരം 5 വരെ. ആദ്യത്തെ 2 ദിവസത്തിലും സംബന്ധിച്ച 40 വയസ്സോളം ഉള്ള ഒരു മുസ്ലിം സഹോദരനുണ്ടായിരുന്നു. ധാരാളം രോഗശാന്തികൾ സാക്ഷ്യപ്പെടുത്തുന്നത് കണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: 18 കൊല്ലമായി തളർന്നു കിടക്കുന്ന എൻ്റെ അനിയനെ നാളെ ഇവിടെ കൊണ്ടുവരും. 3-ാം ദിവസം, അവസാന ദിവസം കാലത്ത് 9 മണിക്ക് കൺവെൻഷൻ തുടങ്ങുമ്പോൾ മുഹമ്മദ് റാഫി അവിടെ കിടപ്പുണ്ട് മുൻവശത്ത്. 18 കൊല്ലമായിട്ട് തളർന്നു പോയവൻ. പ്രൈസ് ദി ലോർഡ്. കാലത്ത് 9 തൊട്ട് 10 വരെ ജപമാല, ഗാന ശുശ്രൂഷ, 10 തൊട്ട് 11 വരെ ഒരു വചനപ്രബോധനം ക്ലാസ്, 11 തൊട്ട് 12 വരെ അതുപോലെ മറ്റൊരു ശുശ്രൂഷ, 12 തൊട്ട് 1 മണി വരെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധന. ആരാധനയുടെ 1 മണിക്കൂർ ആരാധനയുടെ പകുതി പായപ്പോൾ മുഹമ്മദ് റാഫി കൈയും കാലും അനക്കാൻ തുടങ്ങി. തന്നെ എഴുന്നേറ്റിരുന്നു. എഴുന്നേറ്റു വേച്ച് എല്ലാവരുടെയും മുമ്പിൽ കൂടെ ഏതാനും പ്രാവശ്യം നടന്നു കാണിച്ചു. കൈ അടിച്ച് കർത്താവിനെ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-17. സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇത്രമാത്രം പിശാചുബാധ ലോകത്തിലുണ്ടോ എന്ന് ചിന്തിച്ചു പോകത്തക്ക രീതിയിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എപ്പോഴും ദുഃഖത്തിന്റെ ചിന്തയ്ക്ക് അടിമപ്പെടുത്തുന്ന ദുഃഖത്തിന്റെ പിശാച്, എപ്പോഴും ആകുലതയ്ക്കും ദുഃഖത്തിനും നിരാശയ്ക്കും വെറുപ്പിനും വിദ്വേഷത്തിനും ആ ചിന്തകൾക്ക് അടിമപ്പെടുത്തുന്ന പൈശാചിക പിടകൾ കാണാം. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ മുമ്പില് ആ പൈശാചിക പിടകൾ വിട്ടുപോകും. യേശുവിന്റെ തിരുസാന്നിധ്യത്തില് ആ അന്ധകാര ശക്തികൾ നിർവീര്യമാകും. യേശുവിന്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ, വചനം ഏറ്റു പറയുമ്പോൾ അങ്ങനെയുള്ള തിന്മയുടെ ശക്തികൾ നമ്മെ വിട്ടുപോകും. ആത്മഹത്യ ചിന്ത നമുക്കറിയാം, ദൈവത്തിൽ നിന്നല്ല, മനുഷ്യരിൽ നിന്ന് പോലുമല്ല, സാത്താനിൽ നിന്നാണ്. ഇങ്ങനെയുള്ള ചിന്തകള് നമ്മളെ പീഡിപ്പിക്കുമ്പോൾ വചനം കേൾക്കുക, വചനം ഏറ്റു പറയുക, വിശുദ്ധ കുർബാനയുടെ മുമ്പില് 1 മണിക്കൂർ സമയം ആരാധനയിൽ ചെലവഴിക്കുവാൻ പരിശ്രമിക്കും എന്ന് ചിന്തിക്കുക, തീരുമാനമെടുക്കുക. വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും. ഹല്ലേലൂയ. ഏറ്റില്ല. മത്തായി 8:16-17. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് രോഗികളും ദുഃഖിതരുമായ എല്ലാവരും, നമുക്ക് എല്ലാവർക്കും ഏറ്റുപറയാവുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യെരമ്യാ 17:14. എല്ലാവരും ഏറ്റുപറയുക. യെരമ്യാ 17:14. കർത്താവേ, അങ്ങ് എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖം പ്രാപിക്കും. കർത്താവേ, അങ്ങ് എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അന്ന് മാത്രമാണ് എന്റെ ഏക പ്രത്യാശ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ, കർത്താവേ, അങ്ങ് എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖം പ്രാപിക്കും. കർത്താവേ, അങ്ങ് എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അന്ന് മാത്രമാണ് എന്റെ ഏക പ്രത്യാശ. ഒരിക്കൽ കൂടെ വിശുദ്ധ കുർബാനയുടെ നേരെ കൈകൾ നീട്ടി കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക തരത്തിലുള്ള തിന്മയുടെ ബന്ധനങ്ങൾക്ക് അടിമപ്പെട്ട്, പാപത്തിന് അടിമപ്പെട്ട് ചിലർ രോഗികളായി തീർന്നു എന്ന് 107-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. കഷ്ടതയിൽ അവർ വലഞ്ഞപ്പോൾ അവർ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് വചനമയച്ച് അവരെ വിനാശത്തിൽ നിന്ന് രക്ഷിച്ചു. 107-ാം സങ്കീർത്തനം 20-ാം വചനം. ഹല്ലേലൂയ. 53-ാം അധ്യായത്തില് ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ ദർശനത്തിൽ കണ്ട സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. യേശുവിന്റെ വരാനിരിക്കുന്ന മിശിഹായുടെ പീഡാനുഭവ രംഗങ്ങൾ യെശയ്യാ ദർശനത്തിൽ കണ്ടു. എന്നിട്ട് യെശയ്യാ ഇപ്രകാരം എഴുതി വെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. യെശയ്യാ 13:5. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമ്മളിപ്പോൾ രോഗശാന്തി പ്രാപിക്കുന്നത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു കാൽവരി കുരിശിൽ പീഡാനുഭവ സമയത്ത് നമ്മുടെ രോഗവും
നമ്മുടെ പാപശിക്ഷയും ഏറ്റുവാങ്ങി നമുക്ക് പാപമോചനം നേടിയെടുത്തു തന്നു. നമുക്ക് രോഗശാന്തി നേടിയെടുത്തു തന്നു. അത് സഭയിൽ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വചന പ്രഘോഷണ സമയത്ത് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇതാ ആ രോഗശാന്തി നമ്മിലേക്ക് ഒഴുകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 34 പറയുകയാണ്, ആടുകളെ പോലെ നാം ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് പോയി, സ്വന്തം ഇഷ്ടത്തിന്റെ പിന്നാലെ പോയി പാപം ചെയ്ത് അപകടവും വിനാശവും കഷ്ടനഷ്ടങ്ങളും വരുത്തി വെച്ചു. എന്നാൽ തിരുസന്നിധിയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടുന്ന് വചനം അയച്ച് പരിശുദ്ധാത്മാവിനെ വർഷിച്ച് നമ്മെ മോചിപ്പിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.